ഹായ് ഫ്രണ്ട്സ്, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പാസഞ്ചേഴ്സ് ഹാവ് ടു സ്റ്റോപ്പ് അറ്റ് ഫാബ്രിയാനോ? അല്ലെ, എന്തുകൊണ്ടാണ് ഈ പാസഞ്ചേഴ്സ് ഒക്കെ വന്ന് ഇവിടെ ഈ ഫാബ്രിയാനോ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ വന്നിട്ട് ഈ ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. The passengers had to stop at Fabriano until dawn because they were traveling by a night express train. എന്താണ് മക്കളെ, അവര് എന്തിനു വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത്? ദ പാസഞ്ചർ ഹാഡ് ടു സ്റ്റോപ്പ് അറ്റ് ഫാബ്രിയാനോ അണ്ടിൽ ഡോൺ. അല്ലെ, പ്രഭാതം ആവുന്നത് വരെയാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ബിക്കോസ് ദേ വർ ട്രാവലിംഗ് ബൈ എ നൈറ്റ് എക്സ്പ്രസ് ട്രെയിൻ. കാരണം അവര് ഒരു നൈറ്റ് എക്സ്പ്രസ് ട്രെയിനിലാണ് അവർ യാത്ര ചെയ്ത് വന്നിട്ടുള്ളത്. And from there they had to change an old fashioned local train to continue their journey to Salmona. ഇനി അവിടെ നിന്നും അവർക്ക് എന്ത് ചെയ്യണം? ഒരു ഓൾഡ് ഫാഷൻ ഒരു പഴയ മോഡലുള്ള ട്രെയിനിലാണ് അവിടെ നിന്നും അവർക്ക് യാത്ര ഇനി തിരിക്കേണ്ടത്. എങ്ങോട്ട്? സൽമോണയിലോട്ട്. The next one, describe the physical appearance of the woman's husband. നമ്മുടെ വുമൻസിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അല്ലെ, ആ ലേഡിയുടെ ഹസ്ബൻഡിന്റെ കുറച്ച് ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ പറയുന്നുണ്ട് അതിലല്ലേ. ഇവിടെ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ദ വുമൺ ഹസ്ബൻഡ് വാസ് ടൈനി, തിൻ, വീക്ക്. ചെറിയ, മെലിഞ്ഞ, വളരെ ക്ഷീണിതനായിട്ടുള്ള ഒരാള്. ഹിസ് ഫേസ് വാസ് ഡെത്ത് വൈറ്റ്. വെള്ളറിയിട്ടുള്ള മുഖം. ആൻഡ് ഹി ഹാഡ് എ സ്മോൾ ബ്രൈറ്റ് ഐസ്. വളരെ ചെറിയ എന്നാലോ ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ണുകൾ. ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസ്. വളരെ ഷൈ പറഞ്ഞ നാണം എന്നുള്ള മീനിങ്ങിലല്ല, ഇവിടെ വളരെ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു കുനിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അതിനാണ് കേട്ടോ. അൺഈസി മീൻസ് അസ്വസ്ഥനായിരുന്നു. ദെൻ വൈ വാസ് ദ വുമൺ അപ്സെറ്റ്? എന്താണ് ആ സ്ത്രീക്ക് എത്ര ടെൻഷൻ അല്ലേ? The woman was upset because her only son was being sent to the war front. കാരണം എന്താണ്? അവരുടെ ഒരേ ഒരു മകനെ യുദ്ധമുഖത്തോട്ട് പറഞ്ഞേക്കാൻ പോവുകയാണ്. She and her husband had devoted their entire life to him. അവരുടെ മുഴുവൻ ജീവിതവും അവർ ആർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിരുന്നു? ഈ ഒരു മകന് വേണ്ടിയിട്ട്. And now she was heart broken at the thought of losing him. ഇപ്പൊ അവർക്ക് എന്താണ്? അവരുടെ ഹാർട്ട് ബ്രോക്കൺ, അവരുടെ ഹൃദയം ഇങ്ങനെ പൊട്ടുന്ന പോലെയാണ്. അറ്റ് ദ തോട്ട് ഓഫ് ലോസിംഗ് ഹിം, അവനെ നഷ്ടപ്പെടുന്നത് ആലോചിക്കുമ്പോൾ. ദെൻ നെക്സ്റ്റ് വൺ, വൈ വാസ് ദ ഓൾഡ് കപ്പിൾ ഗോയിങ് ടു സൽമോന? എന്തിനാണ് ഈ ഓൾഡ് കപ്പിൾ സൽമോണയിലോട്ട് പോകുന്നത്? ഓൾഡ് കപ്പിൾ വാസ് ട്രാവലിംഗ് ടു സൽമോന ടു സീ ഓഫ് ദെയർ സൺ and who had sent them a telegram saying he would be leaving for the war front in 3 days. അവരെന്തിനാണ്? അവരുടെ മകനെ കാണാനും യാത്രയാക്കാനും വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഒരു ടെലഗ്രാം അല്ലെ, ഒരു കമ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ മകൻ 3 ദിവസത്തിനുള്ളിലായിട്ട് വാർ ഫ്രണ്ടിലോട്ട് പോവുകയാണ് എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how did the woman react when her husband explained their situation? അല്ലേ, അവരുടെ ഹസ്ബൻഡായി ഇങ്ങനെ മറ്റൊരാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വുമന്റെ ഒരു റിയാക്ഷൻ, അവരുടെ ആ ഒരു പ്രതികരണം അതിനോട് എങ്ങനെയായിരുന്നു? The woman felt that the expression her husband gave did not evoke any sympathy from the other passenger. Okay, ആ വുമൺ എന്ത് തോന്നുകയാണ്? അവരുടെ ഹസ്ബൻഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരാളുടെ ഭാഗത്തുനിന്ന്, ഒരു പാസഞ്ചറിന്റെ ഭാഗത്തുനിന്നും ഒരു സിമ്പതി പോലും എന്ത് ചെയ്യില്ല, അവർക്ക് നേരെ ഉണ്ടായില്ല. ഷീ ബിക്കം മോർ അപ്സെറ്റ്. അവരെന്ത് ചെയ്തു? അവർ ഒരുപാട് അപ്സെറ്റ് ആയി, ടെൻഷനായി. തിങ്ക് ദാറ്റ് എവറി വൺ എൽസ് വാസ് പ്രോബബ്ലി സഫറിങ് ഇൻ ദ സെയിം വേ. എന്ത് ചെയ്യാണ്? ചിന്തിക്കുകയാണ്, ഏകദേശം ഇവിടെ ഇതിലുള്ള എല്ലാവരും സാധ്യത എന്താണ്? ഈ ഒരു സെയിം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാവാം. ആൻഡ് ദോ നോ വൺ ട്രൂലി അണ്ടർസ്റ്റുഡ് ഹെർ ഫീലിങ്സ്. ഒരാൾക്ക് പോലും അവളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. Parental love is not like a bread. What does the speaker mean by this? അല്ലെ, അച്ഛനമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ബ്രെഡ് പോലെയല്ല, ബ്രെഡ് അല്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? The speaker means the parental love cannot be divided or shared equally like a bread. സ്പീക്കർ ഉദ്ദേശിച്ചത് അച്ഛനമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ബ്രെഡ് മുറിച്ച് ഷെയർ ചെയ്യുന്നത് പോലെ ഷെയർ ചെയ്യാൻ കഴിയില്ല. A parent
gives all of their love to each child fully whether they have one child or many. അല്ലേ? ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ മുഴുവനായിട്ടും കൊടുക്കും. അല്ലാതെ ഒരാൾക്ക് കുറച്ചോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൂടുതലോ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവില്ല. The pain of losing a child is not split but instead felt completely for each one. അതേപോലെ തന്നെ ഒരു മകൻ നഷ്ടപ്പെടുന്ന വേദനകള് ഒരിക്കലും എന്ത് ചെയ്യില്ല, വേദനയും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ മകന് കുറച്ച് വേദന, ഈ മകൻ നഷ്ടപ്പെട്ടതിന് കുറച്ച് വേദന, ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെന്താണ്? കംപ്ലീറ്റ്ലി ഫോർ ഈച്ച് വൺ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. Then why did the other passengers stare at the stout man? എന്തുകൊണ്ടാണ് എല്ലാവരും ആ സ്റ്റൗട്ട് മാനിനെ ഇങ്ങനെ തുറിച്ചു നോക്കാൻ കാരണം? The other passengers stared at the stout man because he boldly interrupted the emotional discussion and challenged common beliefs about the patriotism and parental love. കാരണം എന്താണ് മക്കളെ? ബിക്കോസ് ഈ ബോൾഡ്ലി ഇന്ററപ്റ്റ്, അദ്ദേഹം വളരെ ധീരനെ പോലെ വളരെ ബോൾഡായിട്ട് അദ്ദേഹം ഇടപെട്ടു. ദ ഇമോഷണൽ ഡിസ്കഷൻ, ആളുകളൊക്കെ തമ്മിലുള്ള എൻ്റെ സ്നേഹമാണ് വലുത്, എൻ്റെതാണ് എൻ്റെ മകൻ പോയിട്ട് അത് നിങ്ങളായിട്ട് സങ്കടം, ഇങ്ങനെയുള്ള ഇമോഷണൽ ഡിസ്കഷൻ്റെ അടിയിലൂടെ വളരെ ധീരമായിട്ട് അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ചലഞ്ച് കോമൺ ബിലീഫ്സ് അബൌട്ട് പാട്രോട്ടിസം, നമ്മുടെ ദേശസ്നേഹത്തെക്കുറിച്ച് ആളുകളുടെ ഉള്ളിലുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചലഞ്ച് ചെയ്തു, അല്ലെ? ഐ മീൻ അതിനെ ചോദ്യം ചെയ്തു. ആൻഡ് പാരന്റ് ലവ്, അച്ഛനമ്മരുടെ സ്നേഹത്തെക്കുറിച്ചും നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോടുള്ള ദേശീയതയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തോടുള്ള ദേശസ്നേഹത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് അദ്ദേഹം വളരെ ചലഞ്ചിങ് ആയിട്ട് സംസാരിച്ചു. ഹിസ് ഇന്റൻസിറ്റി, അദ്ദേഹത്തിന്റെ ആഴവും, റെഡ് ഫേസ്, അദ്ദേഹത്തിന്റെ ആ ഫേസ് ബൾജിങ്, പുറത്തോട്ട് ഇങ്ങനെ തള്ളി വീർത്തിരിക്കുന്ന കണ്ണുകൾ, ആൻഡ് സ്ട്രോങ് ഒപ്പീനിയൻ കോട്ട് എവരി വൺ അറ്റൻഷൻ ആൻഡ് സർപ്രൈസിങ്, ഇതെല്ലാം എല്ലാവരുടെ അറ്റൻഷൻ അദ്ദേഹത്തിന് നേരെ ആവുകയും അവരെല്ലാം വളരെ സർപ്രൈസ് ആവുകയും ചെയ്തു. According to the stout man, what is stronger than the love of their country for old people? According to the stout man, അദ്ദേഹത്തിന്റെ ആ തടിച്ച വ്യക്തിയുടെ അഭിപ്രായത്തിൽ വാട്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ലവ് ഓഫ് ദെയർ കൺട്രി ഫോർ ഓൾഡ് പീപ്പിൾ, നമ്മുടെ ഈ ഓൾഡ് പീപ്പിൾസിന് സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹത്തെക്കാൾ വലുത് എന്താണ് എന്നായിരുന്നു. According to the stout man, the love for their children is stronger than the love for their country. എന്താണ്? നമ്മുടെ മക്കളോടുള്ള അവരുടെ സ്നേഹം, സ്ട്രോങ്ങർ ദ ലവ് ഫോർ ദെയർ കൺട്രി ഇൻ ഓൾഡ് പീപ്പിൾ, ഈ ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ വലുതാണ് അവരുടെ മക്കളോടുള്ള സ്നേഹം. He admits that while patriotism is still present, parental love empowers it. അദ്ദേഹം പറയുന്നുണ്ട്, while patriotism still present, എല്ലാവരിലും ദേശസ്നേഹവും ദേശീയതയും ദേശസ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും പാരന്റൽ ലവ് എംപവേഴ്സ്, നമ്മുടെ അച്ഛൻ സ്നേഹം, അച്ഛനമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ സ്നേഹം അതിന്റെ മുകളിലോട്ട് എംപവേഴ്സ് എന്നതാ, അതിന്റെ മുകളിൽ പവർ ചെയ്യാൻ, മീൻ അതിന്റെ മുകളിലാണ്. സോ മച്ച് സോ ദാറ്റ് any parent would gladly take their child place at the war front if they could. അതുകൊണ്ട് തന്നെ എല്ലാ പാരന്റ്സും അവരെന്താണ്, അവരുടെ മക്കളുടെ സ്ഥാനം ഏറ്റെടുത്ത് വാർ ഫ്രണ്ടിൽ പോകാൻ റെഡിയാത്തവരായിട്ട് ആരുമില്ല. Why did the passengers suddenly become silent? എന്തുകൊണ്ടാണ് പാസഞ്ചേഴ്സ് പെട്ടെന്ന് സൈലന്റ് ആയത്? The passengers suddenly become silent because the stout man words touched in deep emotional truth. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരുടെ ഉള്ളിലോട്ടും ഒരു ഡീപ്പ് ഇമോഷൻ ഉണ്ടാക്കി. His powerful expression of love, sacrifice and grief made everyone reflect inwardly. അല്ലേ? അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും അതുപോലെ ത്യാഗവും അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രീഫിന്റെ ആ ഒരു ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവവും ഇതെല്ലാം എന്ത് ചെയ്തു? ആളുകളെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്തു. ദേ നോഡഡ് ഇൻ എഗ്രിമെന്റ്, അവരെല്ലാവരും അതെല്ലാം സംബന്ധിച്ച് തലയാട്ടി. ബട്ട് ദി ഇമോഷണൽ വെയിറ്റ് ഓഫ് ഹിസ് വേർഡ്സ് ലെഫ്റ്റ് ദം വിത്ത് നത്തിങ് മോർ ടു സ്റ്റേ. ബട്ട് ദി ഇമോഷണൽ വെയിറ്റ് ഓഫ് ഹിസ് വേർഡ്സ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഇമോഷണലില്ല, ആ വാക്കുകളുടെ ആ ഒരു ഇത്, ലെഫ്റ്റ് ദം വിത്ത് നത്തിങ് മോർ ടു സ്റ്റേ, അവർക്കൊന്നും തന്നെ അതിന്റെ മുകളിലോട്ട് പറയാനില്ലായിരുന്നു. What message did the stout man's son pass on before his death? സ്റ്റൗട്ട്മാന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് നല്ല മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്? എന്ത് മെസ്സേജാണ് പാസ് ചെയ്തിട്ടുള്ളത്? ബിഫോർ ഹിസ് ഡെത്ത്, മരണത്തിന് മുമ്പ് ദ സ്റ്റൗട്ട്മാൻ സെൻഡ് എ മെസ്സേജ്
saying that he was dying satisfied, having ended his life in the best way he would have wished. അദ്ദേഹത്തിന്റെ മകൻ എന്ത് പറയുന്നത്, അദ്ദേഹം ഡൈങ് സാറ്റിസ്ഫൈഡ്, വളരെയധികം സംതൃപ്തനായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അവൻ എങ്ങനെയാണോ അവന്റെ ജീവിത അവസാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്, അതിലും മികച്ചതായിട്ടുള്ള ഒരു എൻഡിങ് ആണ് അവന് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. ഫോർ ഹിസ് കൺട്രി വിത്ത് ഹാപ്പിനെസ് നോ റിഗ്രറ്റ്. അവന്റെ രാജ്യത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി, നോ റിഗ്രറ്റ്സ്, ഒരു പശ്ചാത്താപവും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ മകൻ മരിച്ചിട്ടുള്ളത്. Why didn't the stout man wear mourning for his dead son? എന്തുകൊണ്ടാണ് ആ നമ്മുടെ മരിച്ച മകന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വിലാപ വസ്ത്രം ധരിക്കാത്തത്, വിലാപത്തിന്റെ രൂപം അദ്ദേഹം ഏറ്റെടുക്കാത്തത്, ഒരു ദുഃഖരൂപം അദ്ദേഹം അണിയാത്തത് എന്തുകൊണ്ടാണ്? The stout man didn't wear mourning clothes because he was proud of his son heroic. അദ്ദേഹം ഒരിക്കലും മോർണിംഗ് ക്ലോത്ത്സുകൾ അല്ലെ, ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ആയിരിക്കാം അല്ലെ, അങ്ങനെയുള്ള ഒരു ദുഃഖവേഷങ്ങൾ ധരിച്ചിട്ടില്ല. കാരണം ഹിസ് സൺ വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഹെറോയിക് മീനിങ് ഡെത്ത്. കാരണം അദ്ദേഹത്തിന്റെ മകൻ ഒരു ഹീറോ ആയിട്ടാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള മരണമായിരുന്നു. ഹി ബിലീവ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്രൈയിങ്, അദ്ദേഹം വിശ്വസിക്കുന്നു കരയുന്നതിന് പകരം ഹി ഷുഡ് താങ്ക് ഗോഡ്, അദ്ദേഹം ദൈവത്തോട് നന്ദി പറയണം. ആൻഡ് സെലിബ്രേറ്റ് ഹിസ് സൺസ് ബ്രേവറി ആൻഡ് സാക്രിഫൈസ്, അദ്ദേഹത്തിന്റെ മകന്റെ ധീരതയും ത്യാഗ മനോഭാവത്തെയും അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം അതിനെ അഭിനന്ദിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയുമാണ് ചെയ്യുന്നത്. Why did the woman feel stunned by the stout man words? ആ വുമണ് സ്റ്റൗട്ട് മാന്റെ വാക്കുകൾ കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റണ്ണായത്, അമ്പരന്ന് തരിച്ചു നിന്നത്? The woman felt stunned because she suddenly realized that, കാരണം അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, it was not the others who lacked sympathy. It was not the others, ഇതെന്തായാലും എന്തല്ല, ഇത് മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് അല്ല, who lacked sympathy, but she herself couldn't rise to their level of strength. അല്ലെ, അവർക്ക് സിമ്പതിയുടെ കുറവുണ്ടായിട്ടോ അത് അവരുടെ മിസ്റ്റേക്കും അല്ല, എന്തായിരുന്നു? യെസ്, ഇവർക്ക് ഈ റൈസ് ടു ലെവൽ ഓഫ് സ്ട്രെങ്ത്, അവരുടെ മെന്റൽ സ്ട്രെങ്ത്തിന്റെ ലെവലിലോട്ട് അവർക്ക് ഉയരാൻ പറ്റാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞു. The stout man's words made her see a new world of courage, acceptance and selfless love which was unknown to her until then. എന്താണ് സ്റ്റൗട്ട് മാന്റെ വാക്കുകൾ അവരിൽ എന്തുണ്ടാക്കി? ഒരു പുതിയ കറേജ്, ധീരതയുടെയും അക്സെപ്റ്റൻസ് എന്താ, ആ ഒരു അവസ്ഥയെ ഉൾക്കൊള്ള, സെൽഫ്ലെസ് ലവ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എന്താ പറയാ, ആത്മാർത്ഥത ഇല്ലാത്ത എല്ലാത്തിനും ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഇങ്ങനെയുള്ള ഒരുപാട് പരിചയമില്ലാത്തൊരു അറിവുകൾ എന്ത് ചെയ്യാണ് ആ സ്ത്രീയിലോട്ട് വരികയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്താണ്, മറ്റുള്ളവർക്ക് അവരോട് സിമ്പതി ഇല്ലാത്തതുകൊണ്ടല്ല, അവരൊക്കെ ഈ ഒരു വേ ഓഫ് ചിന്തയുടെ പ്രശ്നം, അവര് കണ്ട ജീവിതത്തിൽ മറ്റുള്ള അത്രത്തോളം സ്ട്രെങ്ത് ആവാൻ പറ്റാത്തതാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കുകയാണ്. Why did the other passengers congratulate the stout man? എന്തുകൊണ്ടാണ് മറ്റ് പാസഞ്ചേഴ്സ് ഒക്കെ നമ്മുടെ സ്റ്റൗട്ട് മാനെ അഭിനന്ദിച്ചത്? The other passengers congratulated the stout man because they admired his courage. അവരുടെ ധീരതയാണ് അവർ ബഹുമാനിച്ച് ആദരിച്ചത്. ആൻഡ് കമ്പാഷൻ, അദ്ദേഹത്തിന്റെ ധീരതയും അദ്ദേഹത്തിന്റെ ആ സ്ട്രോങ് മനോഭാവത്തെയും. ഹി സ്പോക്ക് സ്റ്റോയിക്കലി, അദ്ദേഹം വളരെ ധീരതയോട് കൂടി പറയുന്നു, പ്രൗഡ്ലി, അഭിമാനത്തോടു കൂടി പറയുന്നു, about his son's heroic death without shedding tears. അല്ലെ, കണ്ണുനീർ പൊഴിക്കാതെ വളരെ അഭിമാനത്തോടു കൂടി അവരുടെ മകന്റെ ഹെറോയിക് ആയിട്ടുള്ള ഡെത്തിനെ കുറിച്ച് പറയുന്നു. They respected his bravery. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവരുടെ ധീരതയെ ബഹുമാനിക്കുന്നു. Strength in accepting such a painful loss. എന്താണ്, അത്രയും ഭയാനകരമായിട്ടുള്ള ആ ഒരു നഷ്ടത്തിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. What was the stout man reaction to the woman question? ആ സ്ത്രീയുടെ ഒരു ചോദ്യത്തിന് നമ്മുടെ സ്റ്റൗട്ട് മാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? When the woman asked, then is your son really dead? നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ the stout man was stunned and speechless. അമ്പരന്ന് നിന്നു, തരിച്ചു നിന്നു, വാക്കുകളില്ലാതെ. He stared at her. ആ ലേഡിയെ അവരിങ്ങനെ തുറച്ചു നോക്കി. And it seemed as if only at that moment he truly realized his son was gone forever. ആ ഒരു ടൈമിലായിരുന്നു അദ്ദേഹത്തിന് മകൻ എന്നേക്കുമായി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായത്.
ഹിസ് ഫേസ് ട്വിസ്റ്റഡ് വിത്ത് പെയിൻ, അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് മാറി വേദന കൊണ്ട്. ആൻഡ് ടു എവരി വൺ ഷോക്ക്, ഇതെല്ലാവർക്കും ഷോക്കായി. ഹി ബ്രോക്ക് ഡൗൺ ഇൻ അൺകൺട്രോളബിൾ ഹാർട്ട് ബ്രേക്കിംഗ് സോബ്, അദ്ദേഹം പൊട്ടിപ്പോയി, ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് അൺകൺട്രോളബിൾ ആയിട്ട്, അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അങ്ങനെ അദ്ദേഹം ഉറക്കെ നിലവിളിച്ച് കരയുകയാണ്. ലെറ്റ്സ് റിവൈൻഡ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മളെ ആക്ടിവിറ്റി പാർട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ വലുതാക്കി ആൻസർ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വർ ദ പാസഞ്ചേഴ്സ് ഇൻ ദ ട്രെയിൻ ഡിസ്ട്രസ്ഡ്? എന്തുകൊണ്ടായിരുന്നു ആ പാസഞ്ചേഴ്സ്, ആ ട്രെയിനിലുള്ള എല്ലാവരും ഭയങ്കര നിരാശയും സങ്കടത്തിലായിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ്? The passengers were distressed because all of them were parents or relatives of young man who had sent it to the war front. കാരണം ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവരും അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ എന്തോ ആണ് റിലേറ്റീവ്സോ കുടുംബക്കാരോ ആണ് ആരുടെ? യങ് മാൻസിന്റെ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ, who had sent it to the war front, യുദ്ധമുഖത്തോട്ട് പറഞ്ഞു വിട്ട യങ് മാനുകളുടെ പാരൻസോ റിലേറ്റീവ്സോ ആയിരുന്നു ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ്. They were experiencing emotional pain, anxiety, fear about the safety of their family members. അവരെല്ലാവരും എന്ത് എക്സ്പീരിയൻസ് ചെയ്തുള്ളവരാണ്? അനുഭവിച്ച് നിൽക്കുന്നവരാണ്. ഇമോഷണൽ പെയിൻ, അങ്ങേയറ്റം വേദനകൾ അല്ലെ, ആൻസൈറ്റി, ടെൻഷനും പേടിയും, സേഫ്റ്റി ഓഫ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ വാർ ഫ്രണ്ടിൽ പോയിട്ടുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആലോചിച്ചിട്ട് ഉള്ള എല്ലാ ടെൻഷനും സങ്കടവും ദുഃഖത്തിലുമായിരുന്നു അവരെല്ലാവരും. The war had affected all of them deeply. ആ യുദ്ധം അവരെല്ലാവരെയും അങ്ങേയറ്റമായത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. And either through separation, injury or the loss of their dear ones. അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെ, പിരിഞ്ഞു നിൽക്കേണ്ടി വരിക, അതുപോലെ ഇഞ്ചുറി, അപകടങ്ങൾ അല്ലെ, പരിക്കുകൾ, അതുമല്ല എന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് ദ ഡെഡ് വൺ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ ഇവരെയൊക്കെ വിട്ടു നിൽക്കുന്നത് കൊണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരുപാട് ആയത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, why in your opinion did the woman ask the stout man if his son was really dead? Why in your opinion did the woman ask a stout man if his son was really dead? ആ സ്ത്രീ ചോദിച്ചല്ലോ ശരിക്കും നിങ്ങളുടെ മകൻ മരിച്ചു എന്നുള്ളത്. അങ്ങനെ ആ ഒരു ചോദ്യം സ്ത്രീ ചോദിച്ചതിനോടുള്ള അത് എന്തുകൊണ്ടാവാം അവരങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത്. The woman asked the stout man if his son was really dead because she was shocked by his calm, composed manner while talking about his son death. സ്വാഭാവികമാണ്, കാരണം അവർ ഷോക്കായി. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ ഇത്ര കാമായി കൂളായിട്ട് അവരുടെ മകന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് കേട്ട് അവർ ഷോക്കായി പോകൊണ്ട്. She couldn't understand how someone could speak so bravely without tears about such a loss. അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്ര ധീരമായിട്ട് കണ്ണുനീർ പൊഴിക്കാതെ വിത്തൗട്ട് ടീയേഴ്സോട് കൂടിയിട്ട് അവരുടെ ഒരു നഷ്ടത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. Her question came from the place of emotional struggle and the disbeliefs. അവരുടെ ക്വസ്റ്റ്യൻ വരുന്നത് അവരുള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇമോഷണൽ സ്ട്രഗിൾ ഉണ്ട്, ഒരുപാട് ഇമോഷണലി സ്ട്രഗിളിങ് അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഡിസ്ബിലീവ്സ് ഇമോഷണൽ സ്ട്രഗിളിംഗ് എന്നാണ് അവരുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഷി വാണ്ടഡ് ടു നോ, അവർക്ക് അറിയണമായിരുന്നു whether his grief was real or if he was truly hiding it. അവർക്ക് അറിയണമായിരുന്നു ശരിക്കും അദ്ദേഹത്തിന് ദുഃഖമുണ്ടോ അതോ അദ്ദേഹം അത് മറച്ചു വെക്കുകയാണോ. And it was also a moment when she herself to begin to confront her own soul and sought understanding. It was so much when she herself to confront. ഈ ഒരു നിമിഷത്തിലാണ് അവളുടെ ആ ഒരു ഇമോഷൻ, അവളും തന്നെ എന്ത് ചെയ്യുന്നത്, അവളുടെ ആ ഒരു ദുഃഖം, അവളുടെ ആ ഇതും കാര്യങ്ങളും എല്ലാം അവളും തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ആ ഒരു മൊമെന്റ്സിലായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, why did the stout man break down at the end of the story? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മുടെ സ്റ്റൗട്ട് മാന് അവസാനം അങ്ങ് പൊട്ടിപ്പോയത്? ആകെ തകർന്ന് സങ്കടമൊക്കെ പാടെ പൊട്ടി നിലവിളിച്ച് കരയേണ്ടി വന്നല്ലോ. അദ്ദേഹം എങ്ങനെയാണ് പൊട്ടി തളർന്നു പോയത്? ദി സ്റ്റൗട്ട് മാൻ broke down, അദ്ദേഹം ആ ചങ്ക് പൊട്ടി പോവുകയാണ്. because he had been hiding his pain behind his strong words. കാരണം he had been hiding, അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വേദന behind strong words. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം മറച്ചു വെച്ചതായിരുന്നു. when the woman asked if his son was really dead, ആ സ്ത്രീ നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ
ഇറ്റ് ഷോക്ക്ഡ് ഹിം ടു ഫേസിങ് ദ ട്രൂത്ത്. അപ്പോഴാണ് ആ ഒരു സത്യത്തെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നത്. ആൻഡ് ഓൾ ദ സോറോ ഹി ഹാഡ് ബീൻ ഹോൾഡിങ് കെയിം ഔട്ട് ആസ് എ അൺകൺട്രോളബിൾ ടിയേഴ്സ്. അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ അദ്ദേഹം വെച്ചിരുന്ന എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എന്ത് ചെയ്യാണ്? പുറത്തോട്ട് അൺകൺട്രോളബിൾ, ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കണ്ണുനീരായിട്ടും കരച്ചിലായിട്ടും പുറത്തോട്ട് വന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, the other passengers were amused to see the Startman break down. മറ്റ് പാസഞ്ചേഴ്സും അതേ ഇങ്ങനെ പൊട്ടിപ്പോയപ്പോ എല്ലാവരും എന്ത് ചെയ്തു? ഷോക്കായി. അതുവരെ നല്ല ധീരനായി സംസാരിച്ച ആളായിരുന്നല്ലോ. ഹൗ വുഡ് യു റെസ്പോണ്ട് ഇൻ സച്ച് എ സിറ്റുവേഷൻ? നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ അവിടെ ഉണ്ട്, അദ്ദേഹം പൊട്ടിക്കരയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ സമയത്ത് പ്രതികരിക്കുക? In such a situation, I would respond with a compassion and quiet support. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും? കമ്പാഷൻ, വളരെ അനുകമ്പയോട് കൂടി, കരുണയോട് കൂടിയിട്ട്, ദയോട് കൂടിയിട്ട് അവിടെ നിൽക്കും. ആൻഡ് ക്വൈറ്റ് സപ്പോർട്ട്, ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കൊടുക്കുക. ഗ്രീഫ് ഈസ് പേഴ്സണൽ അൺപ്രഡിക്റ്റബിൾ. ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ പേഴ്സണൽ, ഓരോരുത്തർക്കും അത് വളരെ പേഴ്സണൽ, അൺപ്രഡിക്റ്റബിൾ, നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് പീപ്പിൾ ഹാവ് എ ബ്രേക്കിംഗ് പോയിന്റ്സ്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള പീപ്പിൾസിനും ഉണ്ടാവും ഒരു ബ്രേക്കിംഗ്, ഒരു തകരുന്ന ഒരു അവസ്ഥ. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് സർപ്രൈസ്ഡ് ഓർ ജഡ്ജ്മെന്റൽ, ഐ വുഡ് ഷോ എമ്പതി. അത് കണ്ടിട്ട് സർപ്രൈസ് ആയി അതിനെ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അവരോട് എന്ത് ചെയ്യും? എനിക്ക് അവരോട് എമ്പതി, ദയ തോന്നും. പെർഹാപ്സ് ബൈ ഓഫറിങ് കംഫർട്ടിങ് ജസ്റ്റേഴ്സ്, സിംപ്ലി ബീങ് പ്രസന്റ് വിത്തൗട്ട് ഫോഴ്സിങ് വേർഡ്സ്. അല്ലെ, നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവർക്ക് ഇങ്ങനെ ചെറിയ രീതിക്കൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റേഴ്സ് കൊട്ടി കൊടുക്കുക, സമാധാനിപ്പിക്കുക. അങ്ങനെ അല്ലാതെ ഒരുപാട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞുകൊണ്ട് സമാധാനമാവാത്ത സ്ഥലങ്ങളുണ്ട് അല്ലേ. ഇവിടെ ഇദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ട് സമാധാനവും ഇല്ല. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് സമാധാനിക്കാവേണ്ട വാക്കുകളെല്ലാം പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതൊരു നിമിഷം ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അല്ലെ. So, understanding the silence can be more powerful than advice in moment of no emotion. ചില സമയത്ത് മനസ്സിലാക്കലും അതേപോലെ തന്നെ സൈലൻസ് ആയിട്ട് നിൽക്കുന്നതുമാണ് എന്ത്? പവർഫുൾ ദാൻ ദ അഡ്വൈസ് ഇൻ മൊമെന്റ് ഓഫ്. ചില സമയത്ത് നമ്മൾ ഉപദേശിച്ച് സമാധാനിപ്പിക്കുന്നതിനൊക്കെ ബെറ്റർ. ചില സമയത്ത് നമുക്കൊന്ന് മിണ്ടായിരിക്കും, അവർ കരഞ്ഞു തീർക്കട്ടെ, അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ആ ഒരു അവരെ മനസ്സിലാക്കിക്കൊണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കുക. അവർ പൊട്ടിക്കരഞ്ഞ് തീരട്ടെ എന്ന് വിചാരിക്കുക. ഓക്കെ, what does the story tell us about the different ways in which people cope with grief and loss? What does the story tell us about the different ways in which people cope with grief and loss? നമ്മുടെ ഗ്രീഫുകളും ലോസുകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഓരോ ആളുകളും ഓരോ രീതിയിലാണ് അതിനെ ഫേസ് ചെയ്യുന്നത്. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് അത് മാനേജ് ചെയ്യുന്നത് അല്ലെ. ചില ആളുകൾ ദുഃഖം വന്ന നാട്ടിൽ കരയും, ചില ആളുകൾ ദുഃഖം വന്ന ഇറങ്ങി അങ്ങ് വണ്ടി എടുത്ത് അങ്ങ് പോകും, ചില ആളുകൾ ദുഃഖം വന്നാൽ പോയി കുളിക്കും, ചില ആളുകൾ ദുഃഖം വന്നാൽ കിടന്നുറങ്ങും, ചില ആളുകൾക്ക് സങ്കടം വന്നാൽ ഭക്ഷണം കഴിച്ചു തീർക്കും അല്ലെ. ചില ആളുകൾക്ക് സങ്കടമൊക്കെ വന്നാൽ അവരെ യാത്ര അങ്ങ് പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരും. ചില ആളുകൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, ചില ആളുകൾ ഇതിനൊന്നും നിൽക്കാതെ വല്ല ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വല്ല പൈപ്പൊക്കെ തുറന്നിട്ട് അങ്ങ് പൊട്ടിക്കരയും അല്ലെ. ഇങ്ങനെ ഡിഫറെന്റ് രീതിയിലാണ് ആളുകൾ ദുഃഖത്തെയും സങ്കടത്തെയും നഷ്ടങ്ങളെയൊക്കെ ഫേസ് ചെയ്യുക അല്ലെ. അപ്പൊ അതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഈ കഥയിലൂടെ ദ സ്റ്റോറി ഷോ ദ പീപ്പിൾ കോപ്പ് വിത്ത് ഗ്രീഫ് ആൻഡ് ലോസ് ഇൻ ഡിഫറെന്റ് വേസ് ആണെന്നുള്ളത് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ മനസ്സിലായി. സം ലൈക്ക് സ്റ്റൗട്ട്മാൻ, ചില ആളുകൾ സ്റ്റൗട്ട്മാനെ പോലെയുള്ള ആളുകളാണെങ്കിൽ ട്രൈ ടു ഹൈഡ് ദെയർ പെയിൻ ബൈ ആക്ടിങ് ബ്രേവ് ആൻഡ് സ്ട്രോങ്. എന്ത് ചെയ്യും? വേദന മറച്ചു വെക്കും. ട്രൈ ടു ഹൈഡ് ചെയ്യാൻ മറച്ചു വെക്കുക. ദെയർ പെയിൻ ബൈ ആക്ടിങ് ബ്രേവ് ആൻഡ് സ്ട്രോങ്. അവര് ബ്രേവ് ആണ്, ധീരന്മാരാണ്, സ്ട്രോങ് ആണ് എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ സങ്കടം മറച്ചു വെക്കും. സ്റ്റൗട്ട്മാനെ പോലെയുള്ള ഒരു ടീം. അതേഴ്സ്, മറ്റു ചിലർ ലൈക്ക് എ വുമൺ, സ്ത്രീയെ പോലെയുള്ള ഫീൽ ഹെൽപ്ലെസ്, ബ്രോക്കൺ ആൻഡ് ലോങ്ലി സ്ട്രഗ്ലിംഗ് അക്സെപ്റ്റ് റിയാലിറ്റി. ആ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലും കഴിയാതെ, ആ റിയാലിറ്റി പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ വളരെ ഒറ്റപ്പെട്ട് തളർന്ന് തകർന്ന് ഹെൽപ്ലെസ് ആയി നിരാശയായിട്ട് നിൽക്കും. സം ടോക്ക് ഓപ്പൺലി, ചില ആളുകൾ തുറന്ന് സംസാരിക്കും. വൈൽ അതേഴ്സ് സ്റ്റേ സൈലന്റ് ആൻഡ് സഫർ ഇൻസൈഡ്. അതെന്താണ്? വൈൽ അതേഴ്സ്, മറ്റുള്ളവരിങ്ങനെ സൈലന്റ് ആയിട്ട് തൊട്ടടുത്ത് സഫർ ചെയ്ത് നിൽക്കുമ്പോൾ ചില ആളുകൾ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. എവരി വൺ ഫീൽസ് പെയിൻ,
എല്ലാവർക്കും എന്തുണ്ട്, വേദന ഫീൽ ചെയ്യും. ബട്ട് ദേ എക്സ്പ്രസ് ഇറ്റ് ഡിഫറെന്റ്ലി. പക്ഷെ ഓരോരുത്തരും അത് പ്രകടിപ്പിക്കുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. സം ക്രൈ, ചില ആളുകൾ കരയും. സം പ്രിറ്റൻഡ് ടു ബി ഫൈൻ, ചില ആളുകൾ സുഖാണെന്ന് അഭിനയിക്കും. സം റിയലൈസ് ദെയർ പെയിൻ ഓൺലി വെൻ ഇറ്റ് ബിക്കംസ് ടു മച്ച്. അല്ലെ, ചില ആളുകൾക്ക് എന്ത് മനസ്സിലാവും, ഓൺലി വെൻ ഇറ്റ് പെയിൻ ബിക്കംസ് ടു മച്ച്. ഇത് എന്താണ്, ചില ആളുകൾക്ക് അതെന്ത് ചെയ്യും, തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. ഇതൊരു പെയിൻ മാത്രമാണെന്നൊക്കെ തിരിച്ചറിയും. അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ the story revealed that grief cannot be compared. ഒരിക്കലും ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. എൻ്റെ ദുഃഖം വലുതാണ്, നിന്റെ ദുഃഖം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആട്ടിലും എനിക്ക് ദുഃഖമുണ്ട്, എൻ്റെ ദുഃഖം അദ്ദേഹത്തിന് മനസ്സിലാവാ, അവരുടെ ദുഃഖത്തിൻ്റെ ആട്ടിലും വലുതാണ് എൻ്റെ ദുഃഖം. ഇങ്ങനെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. എവരി വൺ പ്രോസസ് ലോസ് ഡിഫറെൻ്റ്ലി. ഓരോരുത്തർക്കിടെയും നഷ്ടം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു രീതി എന്താണ്, വ്യത്യാസമായിരിക്കും. ആൻഡ് ഈവൻ ദോസ് ഹു അപ്പിയർ സ്ട്രോങ് ആർ ഓഫൻ ഹൈഡ് ദെയർ ഡീപ് സോറോ. ചില ആളുകൾ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അവരെന്ത് ഹൈഡ് ചെയ്യുന്നുണ്ടാവും, എന്ത് മറച്ചു വെക്കുന്നുണ്ടാവും, ഡീപ് സോർ, ആയത്തിലുള്ള ദുഃഖവും സങ്കടമൊക്കെ മറച്ചു വെക്കുന്നുണ്ടാവും. Then 6.1, Pirandello's story war present a realistic picture of misery and the meaningless of the war even today. അല്ലെ, ദുഃഖം കൊണ്ട് അനുഭവിക്കുന്നതിന്റെ ദുരന്തത്തിന്റെ ഒക്കെ ഒരു കറക്റ്റ് പിക്ചറാണ് ഇത് കാണിച്ചു തരുന്നത്. ഇറ്റ് ഓൾസോ അപ്പിയേഴ്സ് ടു ക്വസ്റ്റ്യൻ ടു വാല്യൂ ഓഫ് നാഷണലിസം. അത് മാത്രമല്ല, നമ്മുടെ നാഷണലിസം, നമ്മുടെ ദേശീയത, അല്ലെ, നമ്മുടെ ദേശസ്നേഹത്തെയൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അതും ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഷുഡ് ദ കൺസെപ്റ്റ് ഓഫ് നാഷണലിസം ബി വൈൽഡൻ ടു പ്രൊമോട്ട് കോപ്പറേഷൻ റാദർ ദാൻ ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ നാഷൻസ്. ആളുകൾക്കിടയിൽ ഈ രാജ്യങ്ങൾക്ക് തമ്മിൽ യുദ്ധ പ്രശ്നങ്ങൾക്കൊക്കെ പകരം ദേശസ്നേഹവും കാര്യങ്ങളും വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം. Do you think the unified world ensure a better future of humanity for the planet Earth? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട്, യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ആളുകളുടെ തമ്മിലുള്ള മനുഷ്യത്വമുള്ള ഒരു ഒന്നിച്ചുള്ള ഒരു ലോകം എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല മനുഷ്യർ ഹ്യൂമാനിറ്റിക്കും അതുപോലെ പ്ലാനറ്റ് ഓഫ് നമ്മുടെ ഭൂമിക്കും നല്ലതാണ്, ഫ്യൂച്ചറിന് അതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Mention instead from the story recent event the current life to support your arguments. സ്റ്റോറി എന്നുള്ള കാര്യങ്ങളും പറയണം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്നുള്ളത് 2 ഡയലോഗും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയണം. ആൻസർ, Pirandello's story war shows how war caused pain, fear, loss to ordinary people. ഈ ഒരു വാർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാണിച്ചു തരുന്നുണ്ട്, പെയിൻ, ആളുകളുടെ വേദനയും ഭയവും നഷ്ടവും, സാധാരണ മനുഷ്യരുടെ ഓർഡിനറി പീപ്പിൾസിന്റെ സാധാരണ ആളുകളുടെ നഷ്ടവും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ദ പാരൻസ് ഇൻ ദ സ്റ്റോറി ആർ സഫറിങ് ഡീപ്ലി. നമ്മളിതിൽ കാണുന്ന പാരൻസ് അങ്ങേയറ്റത്തിലാണ് സഫർ ചെയ്യുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, സങ്കടവും ദുരിതവും അനുഭവിക്കുന്നത്. ബട്ട് ദേ ആർ ടോൾഡ് ടു സ്റ്റേ സ്ട്രോങ് ഇൻ ദ നെയിം ഓഫ് നാഷണലിസം ആൻഡ് ഡ്യൂട്ടി ടു ദർ കൺട്രി. പക്ഷെ അവരെന്ത് പറഞ്ഞിട്ടാണ് അവർ സ്ട്രോങ് ആവുന്നത്, അവരുടെ നാഷണലിസം, അല്ലെ, അവരുടെ രാജ്യസ്നേഹം പറഞ്ഞിട്ടും ഡ്യൂട്ടി ടു ദർ കൺട്രി, അവരുടെ രാജ്യത്തോടുള്ള അവരുടെ നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്ട്രോങ് ആവുന്നത്. ദ സ്റ്റോറി മേക്ക് us think. ഈ സ്റ്റോറി നമ്മൾ എന്ത് ഓർമ്മിപ്പിക്കുന്നു, is it right to lose our loved one just for the sake of the country? എന്താണ്, is it right to lose our loved one just for the sake of the country? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവര് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് കേട്ടോ. ടുഡേ ഓൾസോ, ഇന്നും we see how war between countries bring death, destruction, suffering. ഇന്നും നിങ്ങൾ കാണുന്നുണ്ട് പല രാജ്യങ്ങൾക്കും ഇടയിൽ യുദ്ധം, മരണം, ഡിസ്ട്രക്ഷൻ, നാശങ്ങൾ, സഫറിങ്, ദുരിതങ്ങളും മാത്രമേ നൽകുന്നുള്ളൂ. ലൈക്ക് ദ റഷ്യ-യുക്രൈൻ വാർ വേർ thousands of families have lost their home and children. ഇപ്പോൾ നടക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധമൊക്കെ പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ കുട്ടികളെയും വീടും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല മക്കളെ, യുദ്ധം ഒരിക്കലും നന്മ ചെയ്യുന്നില്ല. ഒരിക്കലും ഒരു നാഷനും ഒരു രാജ്യത്തിനും യുദ്ധം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്നും നഷ്ടങ്ങൾ മാത്രമായിരിക്കും. എക്സ്പെഷ്യലി ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാർക്ക്. ഓക്കെ, യുദ്ധം ഒരിക്കലും എവിടെ എന്ത് ഡിബേറ്റ് വരികയാണെങ്കിലും നിങ്ങൾക്ക് തീർത്തും എഴുതാൻ കഴിയുന്ന യുദ്ധം ഒരിക്കലും നമുക്ക് സമാധാനം പ്രൊവൈഡ് ചെയ്യുക, സാമ്പത്തികവും മാനസികമായിട്ടും യുദ്ധം എല്ലാവർക്കും എന്നും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. യുദ്ധം എന്ന് പറയുന്നത് ദുരന്തം തന്നെയാണ്, അതിന് വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്.
ഓക്കെ. ആ ആഫ്റ്റർ എഫക്റ്റും അതിന്റെ പെയിനും അത് ആളുകൾ ഫേസ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.